ഏറ്റവും പ്രിയമുള്ളവരെ, മതം, മാനവികത, നവോത്ഥാനം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ഈ വലിയ സംവാദത്തിന് ആശംസ അർപ്പിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നവോത്ഥാനം എന്നുള്ള വാക്ക് പുനരുത്ഥാനത്തിൻ്റെ മറ്റൊരു പ്രയോഗമല്ല. അതില് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നവീകരണം എന്ന് പറയുന്നത്. നവോത്ഥാനം യൂറോപ്പില് 16, 17, 18 നൂറ്റാണ്ടുകളിലുണ്ടായിട്ട് വലിയൊരു സാമൂഹ്യ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഉപയോഗിച്ചത്. ഗ്രീക്ക്, റോമ നാഗരികതയുടെ തകർച്ചയെ തുടർന്ന് ലോകം മുഴുവൻ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് വഴുതി വീണു. അന്ധവിശ്വാസങ്ങള്, യുക്തിരാഹിത്യം, പഠനമില്ലായ്മയെല്ലാം ലോകത്തെ ഗ്രസിക്കുകയും അങ്ങനെ നിശ്ചലാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തപ്പോഴും പുരാതന നാഗരികതകളുടെ വിജ്ഞാനത്തിന്റെ കൈത്തിരി നിലനിർത്തിയത് അറേബ്യൻ നാഗരികത ആയിരുന്നു എന്ന് നമുക്കിന്ന് മറക്കാൻ കഴിയില്ല. 16, 17 നൂറ്റാണ്ടായപ്പോഴേക്കും വിച്ഛേദിക്കപ്പെട്ടു പോയ പഴയ ലോകത്തിൻ്റെ റോമ, ഗ്രീക്ക് നാഗരികതകളുടെ എല്ലാം പാരമ്പര്യം യൂറോപ്പിൽ വീണ്ടെടുക്കുന്നതിനുള്ള വലിയ കഠിന പരിശ്രമം നടന്നു. അത് പഴയ കാലത്തെ പകർത്തിവെക്കലായിരുന്നില്ല. 16, 17 നൂറ്റാണ്ടുകളിൽ വന്നുകൊണ്ടിരുന്ന വലിയ വിപ്ലവകരമായിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവയെ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകം വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്. മാനവികതയെ തന്നെ അടിസ്ഥാനപരമായിട്ട് ചോദ്യം ചെയ്യുന്ന അക്രമങ്ങള്, വിവേചനങ്ങള്, രക്തച്ചൊരിച്ചിലുകള് അതിവേഗത്തിൽ വരുന്ന ഈ മാറ്റങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തില് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ മദീനയിലെ ആദർശ സാമൂഹ്യ സാമ്പത്തിക ക്രമം, നീതിയില്, ക്ഷേമത്തില് അധിഷ്ഠിതമായിട്ടുള്ള ആ ക്രമത്തിന്റെ നവോത്ഥാനം അത് വളരെയേറെ പ്രസക്തമായിട്ട് മാറുകയാണ്. ഇനി ഞാൻ പങ്കെടുക്കാൻ പോകുന്ന സമ്മേളനത്തില് മുഖ്യ വിഷയം ഇന്നത്തെ ധനാധിപത്യത്തിന് കീഴിലുള്ള ലോക സമ്പദ് വ്യവസ്ഥ, പലിശ, ഊഹക്കച്ചവടം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ലോക സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവാചകന്റെ ആദർശ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് മദീനയിൽ യാഥാർത്ഥ്യമായി തീർന്ന ആ വ്യവസ്ഥയിൽ നിന്ന് എത്രമാത്രം അകലത്തിലാണ് എന്ന് പ്രതിപാദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആ ആദർശങ്ങളുടെ നവോത്ഥാനം ഏറ്റവും പ്രസക്തമായി തീരുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ബാഹുല്യം മാത്രമല്ല, അച്ചടക്കവും ചിട്ടയും എല്ലാം എന്നെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആദരവ് ഈ സമ്മേളനത്തോട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ ഈ സമ്മേളനത്തിന് വിജയത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.